മതേതരത്വവും മതസൗഹാർദ്ദവും നാം പറയാറുണ്ടെങ്കിലും ഈഴവനല്ലാതെ ആരും പദയാത്രികരായി ശിവഗിരിയിൽ എത്താറില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ 92ാമത് ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനങ്ങളിൽ ഘോരഘോരം പ്രസംഗിച്ചു പോകുന്നതല്ലാതെ അവരുടെ മനസ്സിൽ ഗുരുവിന്റെ അംശം പോലും ഇല്ലാത്തതിന്റെ തെളിവാണ് രാഷ്ട്രീയപരമായി നാം നേരിടുന്ന അയിത്തം. ഇന്നും അയിത്തം അനുഭവിക്കുന്ന ഒരു വിഭാഗമായി ഈഴവർ മാറുന്നു. വിദ്യാഭ്യാസപരമായും രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും തുടങ്ങിയ എല്ലാ മേഖലകളിലും അയിത്തം അനുഭവിക്കുന്നവരായി നാം മാറി. ഈ വ്യവസ്ഥിതി മാറണമെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് സാമൂഹ്യ നീതി അനുഭവിക്കാൻ നമുക്ക് കഴിയൂ എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഈഴവർക്ക് തീർത്ഥാടകനായി പോകാനൊരു സ്ഥലമില്ലാത്തപ്പോൾ ആ ദുഃഖം വല്ലഭശ്ശേരി ഉൾപ്പെടെ ഉള്ളവർ ചെന്ന് ഗുരുവിനെ കണ്ട് പറയുകയും ഗുരുവിൻ ഞങ്ങൾക്കൊരു തീർത്ഥാടനം അനുവദിച്ചു തരണം, മറ്റുള്ളവർക്ക് പോകുവാൻ ഇടമുണ്ട്, അയിത്തക്കാരായ ജാതിക്കാരായ ഞങ്ങൾക്ക് അതിനുള്ള അവസരമില്ല, അതിന് അവസരം കാണണം, അവർ ശിവഗിരിയിലേക്ക് എന്ന് വരാം, ഗുരു അവിടെ ഉണ്ടാകുമല്ലോ എന്ന് പറയുന്ന ഗുരു അങ്ങനെ അനുവദിച്ചു കൊടുത്ത ഒരു തീർത്ഥാടനമാണ്. പിന്നെ അറിവിൻ്റെ തീർത്ഥാടനമായി നിങ്ങളെല്ലാം അങ്ങോട്ട് പദയാത്രയായി പോകുമ്പോൾ ഇതിൻ്റെ പിന്നിലെ ചരിത്രം എന്ന് പറഞ്ഞാൽ അയിത്തത്തെ ജാതിക്കാരായ നമുക്ക് അനുവദിച്ചു തന്ന തീർത്ഥാടനമാണ്. അയിത്ത യാത്ര എന്ന് വേണമെങ്കിലും പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ശിവഗിരി ഗുരുകുലം പദയാത്ര എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണാൻ പോകുന്ന ആരെയാണ്? നമ്മളെ ആക്കിയ സാക്ഷാൽ ഗുരുവിനെ. നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആ ദൈവത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. യൂണിയൻ ചെയർമാൻ PV ബിനേഷ് പ്ലാത്താനത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീമദ് ബോധാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യോഗത്തിൽ യൂണിയൻ ചെയർമാൻ സന്തോഷ് ശാന്തി, വൈസ് ചെയർമാൻ MD ഓമനക്കുട്ടൻ, MP പ്രമോദ്, TS പ്രദീപ് കുമാർ, AK ഗോപിദാസ്, അഡ്വക്കേറ്റ് S അജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കുട്ടനാട് കലാകേന്ദ്രം അവതരിപ്പിച്ച നൃത്തനാടകം ചണ്ടാല വിഷുകിയുടെ അവതരണവും നടന്നു. മാവേലിക്കരയിൽ സ്വകാര്യ ബസ്സിൽ കാറിടിച്ച് യുവാവ് മരിച്ചു. ചെട്ടികുളങ്ങര ഈരേഴ് തെക്ക് ഇടയിനേത്ത് 49 വയസ്സുള്ള രാജേഷാണ് മരിച്ചത്. പരേതനായ കേശവപിള്ള രുദ്രാണിയമ്മ ദമ്പതികളുടെ മകനാണ് രാജേഷ്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെ സംസ്ഥാന പാതയിൽ പ്രായിക്കര പെട്രോൾ പമ്പിന് മുന്നിലായിരുന്നു അപകടം. ചെട്ടികുളങ്ങരയിൽ നിന്നും മാന്നാർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ കായംകുളത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. കാർ പൂർണ്ണമായും തകർന്നു. ഉടൻ തന്നെ നാട്ടുകാർ പമ്പിൽ പാർക്ക് ചെയ്തിരുന്ന സ്വകാര്യ ബസ്സിൽ കാറിൽ ഉണ്ടായിരുന്ന 4 പേരെയും മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാജേഷിനെ രക്ഷിക്കാനായില്ല. ഭാര്യ ലക്ഷ്മിയെയും മക്കളായ ശിവാനി, ശിഖ എന്നിവരെ പരിമല സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൽ മകൾ ശിവാനിയുടെ നില ഗുരുതരമാണ്. 53ാമത് സീനിയർ പുരുഷ വിഭാഗം ദേശീയ ഹാൻഡ്ബോൾ മത്സരത്തിൽ കേരളത്തിന് വിജയത്തുടക്കം. ചങ്ങനാശ്ശേരി SB കോളേജ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ എതിരാളികളായ ഒഡീഷയെ 16-നെതിരെ 31 പോയിന്റ് നേടിയാണ് കേരളം വിജയിച്ചത്. ചങ്ങനാശ്ശേരി SB കോളേജ് ഗ്രൗണ്ടിൽ ആരംഭിച്ച മത്സരങ്ങളുടെ ഉദ്ഘാടനം KGA ഗ്രൂപ്പ് ചെയർമാൻ KG എബ്രഹാം നിർവഹിച്ചു. Officially inaugurating this championship, ladies and gentlemen, as everyone said over here, Mr. KG Abraham. Welcome you from the different states all over the world. And this is the first time in Kerala, the handball tournament. And we never experienced this, but you all experience this like kabaddi and other games. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ, വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, ഹാൻഡ്ബോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യ CEO ഡോക്ടർ ആനന്ദേശ്വർ പാണ്ഡെ, സെക്രട്ടറി ജനറൽ ഡോക്ടർ തേജ്രാജ് സിംഗ്,
ഹാൻഡ്ബോൾ അസോസിയേഷൻ ചെയർമാൻ BV വർഗീസ്, സെക്രട്ടറി SS സുധീർ, SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി P കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. 29-നാണ് സമാപനം. മങ്കൊമ്പ് കോട്ടഭാഗം 893 നമ്പർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ബുധനാഴ്ച NSS കരയോഗം ഹാളിൽ നടന്ന സംഗമം NSS ഡയറക്ടർ ബോർഡ് അംഗവും കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ഡോക്ടർ KP നാരായണപിള്ള ഉദ്ഘാടനം ചെയ്തു. കോട്ടഭാഗം കരയോഗം പ്രസിഡന്റ് അശ്വതി സുരേഷ് പള്ളിവീട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NSS വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PGM നായർ കുടുംബസംഗമ സന്ദേശം നൽകി. യോഗത്തിൽ താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ നായർ മങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപക ദേശീയ അവാർഡ് ജേതാവ് V അശോക് കുമാർ സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. ഡോക്ടർ K മധുകുമാർ, കൃഷ്ണകുമാർ, MG അശോക് കുമാർ, രാധാകൃഷ്ണൻ ഉമ്പുക്കാട്, ശ്രീദേവി രാജു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ചങ്ങനാശ്ശേരി മർച്ചന്റ് അസോസിയേഷൻ നടത്തുന്ന സ്നേഹദർപ്പണം 2024 വിദ്യാഭ്യാസ സാമൂഹ്യക്ഷേമ സഹായവും പുരസ്കാര വിതരണവും ഡിസംബർ 29 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്നേഹപ്രഭ പുരസ്കാരവും സ്നേഹദീപ്തി പുരസ്കാരം. സ്നേഹപ്രഭ പുരസ്കാരം നമുക്ക് ഷാജി P ജേക്കബിനാണ് ഈ വർഷം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്നേഹദീപ്തി പുരസ്കാരം ഈ വർഷം നേടിയിരിക്കുന്നത് അഞ്ചപ്പം ട്രസ്റ്റാണ്. ചങ്ങനാശ്ശേരി തന്നെ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറിയ, അത് വിശക്കുന്ന ഒരുവനും ചങ്ങനാശ്ശേരിയിലൂടെ കടന്നു പോകരുത് എന്നുള്ള ഒരു ലക്ഷ്യവുമായി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് അഞ്ചപ്പം. അതോടൊപ്പം തന്നെ അവിടെ വായനശാലയും അതുകൊണ്ട് തന്നെ കലാ സാഹിത്യത്തിന് വേണ്ടിയുള്ള വേദികളും ഒക്കെ അവർ ഒരുങ്ങുന്നുണ്ട്. ചങ്ങനാശ്ശേരിയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമായി അഞ്ചപ്പം മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ പ്രൈഡ് ഓഫ് ചങ്ങനാശ്ശേരി പുരസ്കാരം ഈ വർഷം നേടിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി സ്വദേശിയും പ്രവാസിയുമായ ശ്രീ BV വർഗീസാണ്. 29 രാവിലെ 10:30 ചേരുന്ന സ്നേഹദർപ്പണം പുരസ്കാര സമർപ്പണ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഇത്തവണത്തെ സ്നേഹപ്രഭ പുരസ്കാരം ചങ്ങനാശ്ശേരിക്കാരനായ ഷാജി P ജേക്കബിനാണ്. സ്നേഹദീപ്തി പുരസ്കാരം അഞ്ചപ്പം ട്രസ്റ്റ് സ്ഥാപകൻ ഫാദർ ജോബി ജോസ് കാട്ടിക്കാടിനാണ്. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും. നഗരസഭ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സമ്മേളനത്തിൽ BV വർഗീസ് പുല്ലുകാട്ട്, ദിവ്യ ആൻഡ് മാത്യു പടിഞ്ഞാറേക്കളം എന്നിവരെ പ്രൈഡ് ഓഫ് ചങ്ങനാശ്ശേരി പുരസ്കാരം നൽകിയും ലോഫ്റ്റ് സാരഥി ജോയൽ ജേക്കബ് മാത്യുവിനെ വ്യാപാരി രത്ന പുരസ്കാരം നൽകിയും ആദരിക്കും. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളായ ജോൺസൺ ജോസഫ്, സെബാസ്റ്റ്യൻ ജോസഫ്, സണ്ണി നെടിയകാലപ്പറമ്പിൽ, റൌഫ് റഹീം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. SNDP യോഗം കുട്ടനാട് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 92ാമത് ശിവഗിരി ഗുരുകുലം തീർത്ഥാടന പദയാത്രയ്ക്ക് വടക്കൻ വെളിനാട് സ്വീകരണം നൽകി. ജാഥ ക്യാപ്റ്റൻ സന്തോഷ് ശാന്തിക്കും പദയാത്രികർക്കും യൂണിയൻ ശാഖാ പ്രതിനിധികൾക്കും ശ്രീനാരായണ പരസ്പര സഹായ സമിതിയുടെയും സംയുക്ത കുടുംബ യൂണിറ്റുകളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ചടങ്ങിൽ വിശ്വധർമ്മ മഠം കോടുകുളഞ്ഞി മഠാധിപതി ശിവബോധാനന്ദ സ്വാമികൾ സന്നിധനായിരുന്നു. തലവടി CMS ഹൈസ്കൂളിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സജ്ജമാക്കിയ പ്രീ പ്രൈമറി നഴ്സറി സ്കൂളായ വണ്ടർ ബീഡ്സിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് രക്ഷാധികാരിയും CSI സഭാ മുൻ മോഡറേറ്ററുമായ ബിഷപ്പ് തോമസ് K ഉമ്മൻ നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ V ഇടിക്കുള പതാക ഉയർത്തി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഫാദർ മാത്യു ലിജോ നൈനാൻ അധ്യക്ഷത വഹിച്ചു. വണ്ടർ ബീഡ്സിലേക്ക് തലവടി CMS ഹൈസ്കൂൾ SSLC ആദ്യ ബാച്ച് സംഭാവന ചെയ്ത എക്സ്പ്ലോട്ടർ കിഡ്സ് ലാപ്ടോപ്പ് സജി എബ്രഹാം കൈമാറി. ഹെഡ്മാസ്റ്റർ റെജിൽസ മാത്യു, ട്രഷറർ എബി മാത്യു ചോളകത്ത്, കണ്ടങ്കരി ദേവിവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ O മിനി, വണ്ടർ ബീഡ്സ് കൺവീനർ ജിബി ഈപ്പൻ, സ്കൂൾ ഉപദേശക സമിതി അംഗം ജേക്കബ് ചെറിയാൻ പൂവക്കാട്, അഡ്വക്കേറ്റ് ഐസക് രാജു, പ്രീതി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. 28-ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിസ്മസ് പുതുവത്സര സംഗമം പ്രസിഡന്റ് റവറൻ മാത്യു ലിജോ നൈനാൻ ഉദ്ഘാടനം ചെയ്യും. സംഘടനാ ജനറൽ സെക്രട്ടറി ജോൺസൺ V ഇടിക്കുള അധ്യക്ഷത വഹിക്കും. ട്രഷറർ എബി മാത്യു ചോളകത്ത് ക്രിസ്മസ് സന്ദേശം നൽകും. അഡ്വക്കേറ്റ് ഐസക് രാജു മുഖ്യപ്രഭാഷണം നടത്തും. ഈ സ്കൂളിന്റെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെയുള്ള നന്മകളെ കുറിച്ചുള്ള പദ്ധതികൾ തുടക്കം കുറിക്കുകയുണ്ടായി. അങ്ങനെയാണ് പൂർവ്വ വിദ്യാർത്ഥി സമൂഹം ഒരുമിച്ച് ചേർന്ന് അച്ഛന്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്തു വരുന്നത്.
മണ്ഡലകാല തീർത്ഥാടനം കഴിഞ്ഞ് ശബരിമല നട അടച്ചതോടുകൂടി വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ അപ്പാച്ചി മേട് മുതൽ സന്നിധാനം വരെയുള്ള മേഖലകളും ആഴിയും ശുചീകരിച്ചു. 18 സെക്ടറുകളിൽ ഒരേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും അപ്പാച്ചി മേട് മുതൽ സന്നിധാനം വരെയും വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. ആഴിയും ശുചീകരിച്ചു. അരവണ പ്ലാന്റും പരിസരങ്ങളും, മാളികപ്പുറം ക്ഷേത്രത്തിന് പിൻഭാഗം, ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളും ശുചീകരിച്ചു. രാവിലെ 7:30 ആരംഭിച്ച പ്രവർത്തനങ്ങളിൽ വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും കൈകോർത്തുകൊണ്ടാണ് നടത്തുന്നതെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കൃഷ്ണകുമാർ പറഞ്ഞു. നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വർക്ക് എന്ന് പറയുന്നത് ഇന്നലെ മണ്ഡലപൂജ കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് വന്നതായിട്ടുള്ള ക്ലീനിങ് ആക്ടിവിറ്റീസിലാണ് നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ റെഗുലറായിട്ട് 18 ടീമിനെ അപ്പാച്ചിമേട് മുതൽ സന്നിധാനം മുഴുവൻ കവർ ചെയ്യത്തക്ക വിധത്തിൽ 18 ടീമിനെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ടീമുകൾക്ക് ഓരോ ലീഡേഴ്സും അവർക്ക് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള നല്ല വിപുലമായ ശൃംഖലയോടുകൂടിയതായിട്ടുള്ള സൗകര്യമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സെക്ടറിലും വരുന്നതായിട്ടുള്ള ഏരിയ അവർ ക്ലീൻ ചെയ്ത് മുന്നേറുകയാണ്. ഇന്നിപ്പോൾ അതിന് പുറമെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള ക്ലീനിങ് നടത്തിയതിന് പുറമെ ചില ഏരിയകളിൽ നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്ത് വരുന്നതായിട്ടുള്ള ആ ഒരു അളവ് കൂടുതലായി കണ്ടതായിട്ടുള്ള കുറച്ച് ഏരിയകൾ നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതായിട്ടുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലീൻ നടക്കുന്നത്. ഇതിനു പുറമെ ഇന്ന് പ്രത്യേകമായിട്ടുള്ള രാവിലെ 9 മണി മുതൽ വിവിധ സന്നദ്ധ സേനാ സംഘടനകൾ, പോലീസ്, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ എല്ലാം കൂടി സ്പെഷ്യൽ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ടീം വർക്കാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് 18 സെക്ടറുകളായിട്ട് ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 30 മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുന്നതിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. കുമാരനാശാൻ ശതാബ്ദി ആചരണ സമിതി കുട്ടനാട് താലൂക്ക് സമിതിയുടെ ആഭിമുഖ്യത്തിൽ MD വാസുദേവൻ നായർ അനുസ്മരണം സംഘടിപ്പിച്ചു. രാമങ്കരി 7-ാം നമ്പർ SNDP ഹാളിൽ നടന്ന അനുസ്മരണ യോഗം കുമാരനാശാൻ ശതാബ്ദി ആചരണ സമിതി വൈസ് പ്രസിഡന്റ് S. ബൈജു കാരാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. അതിമധുരമായ ഒന്നാണ്. ഇവിടെ സൂചിപ്പിച്ചത് കാലം സൂചിപ്പിച്ചു. ഒരു പഠനം പൂർത്തിയാക്കി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മാനസിക വ്യഥകൾ ഇത്രയും മധുരമായി, ഇത്രയും ചിന്തോദ്ദീപകമായി എഴുതിയ ഒരു നോവൽ. ആദ്യമായി കോളേജിൽ പോകുന്ന ഒരു അന്നത്തെ യുവാവിൻ്റെ, ആദ്യമായി ട്രാൻസ്ഫർ പോകുന്ന ഒരു യുവാവിൻ്റെ ബുദ്ധിമുട്ടുകൾ, കോളേജിൽ ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കൂടെ പഠിച്ച കുട്ടികളുടെ അച്ഛൻ കാറിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ കൊടുത്ത ഒരു കാലടി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കൊടുത്ത കാലടിയാണ് ആ കാറിൽ നിന്ന് ഇറങ്ങുന്ന മനുഷ്യൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒപ്പം തൻ്റെ നിറം മറ്റു കൂട്ടുകാരുമായിട്ട് അദ്ദേഹം താരതമ്യപ്പെടുത്തുമായിരുന്നു. കാലം എന്ന നോവലിലെ സുമിത്ര എന്നൊരു കഥാപാത്രം എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാഹിത്യകാരനും സാമൂഹ്യ വിമർശനമുള്ള സിനിമാ പ്രവർത്തകനുമായിരുന്നു MD എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സമിതിയുടെ താലൂക്ക് പ്രസിഡന്റ് രാമങ്കരി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. NI തോമസ്, PR സതീശൻ, CK കൃഷ്ണകുമാർ, PG സലിംകുമാർ, മോഹനൻ മാമ്പുഴക്കരി, ബിജു സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാർ ഇരമത്തൂർ 1926 നമ്പർ R. ശങ്കർ മെമ്മോറിയൽ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് സ്വീകരണവും തീർത്ഥാടന സമ്മേളനവും നടന്നു. ചെങ്ങളം തെക്ക് ശിവഗിരി പദയാത്രാ സംഘത്തെ ശാഖായോഗം പ്രസിഡന്റ് ദയാകുമാർ ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഫാദർ ഡീക്കൻ സാം ജോർജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശാഖായോഗം പ്രസിഡന്റ് ദയാകുമാർ ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. പ്രണവ് സ്വരൂപാനന്ദ സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. PA സലാം മുസ്ലിയാർ തീർത്ഥാടന ലക്ഷ്യ പ്രഭാഷണം നടത്തി. ശാഖായോഗം സെക്രട്ടറി ഇൻചാർജ് ഷിബു വടക്കേക്കുറ്റ്, ബാലസുന്ദർ പണിക്കർ, സജിത സുഗു, പ്രൊഫസർ പ്രകാശ് കൈമൾ തുടങ്ങിയവർ സംസാരിച്ചു. അർത്തുങ്കൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 29, 30, 31 തീയതികളിൽ അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് നടത്തുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ടൂറിസം മിനിസ്റ്റർ പോലും കഴിഞ്ഞ ഇവാലുവേഷനിൽ പറഞ്ഞത് നമ്മുടെ സർക്കാർ സാമ്പത്തികത്തോടുകൂടി നടത്തുന്ന ബീച്ച് ഫെസ്റ്റിനേക്കാളും വളരെ ഭംഗിയായിട്ടുള്ള ഏറ്റവും ടോപ്പിൽ നമ്മൾ സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങാതെ നടത്തുന്ന, ഇത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇൻവോൾവ്മെൻറ്റിൽ നടത്തുന്ന ഒരു ബീച്ച് ഫെസ്റ്റാണ് അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ്. അപ്പോൾ ഈ ബീച്ച് ഫെസ്റ്റ് വളരെ അതിലെ നമ്മുടെ
പ്രോഗ്രാമിൻ്റെ ക്വാളിറ്റിയും അതോടൊപ്പം തന്നെ ആളുകൾക്ക് അവിടെ കുടുംബസഹിതം എത്തിക്കഴിഞ്ഞാൽ സമാധാനപൂർവ്വമായിട്ട് അവിടെ ഭംഗിയായിട്ട് അവിടെ ഇരിക്കാനും കാര്യങ്ങൾ ആസ്വദിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമായിട്ട് മിനിസ്റ്റർ പോലും മെൻഷൻ ചെയ്തു. അപ്പോൾ ഇതാ നമ്മൾ ഈ വർഷം നമ്മൾ എല്ലാ വർഷവും നമ്മൾ നടത്തിപ്പോരുന്നത് ഡിസംബർ 2 ഏറ്റവും അവസാനത്തെ 2 ദിവസങ്ങളാണ് നമ്മൾ നടത്തിപ്പോരുന്നത്, 30, 31. ഈ പ്രാവശ്യം നമ്മൾ അത് ഒരു ദിവസം കൂടി കൂട്ടി 29, 30 ഡിസംബർ 29, 30, 31 എന്നീ തീയതികളിലായിട്ടാണ് നമ്മൾ നടത്തുന്നത്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ബീച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 29 രാവിലെ 9 അർത്തുങ്കൽ ബീച്ചിൽ നീന്തൽമേളയും 10 ഓഫ് റോഡ് ഷോയും നടക്കും. വൈകിട്ട് 6 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. രാത്രി 8 നൃത്തസന്ധ്യയും 9 കലാസ് ഫോക്ക് ബാൻഡ് കൊച്ചി അവതരിപ്പിക്കുന്ന നാടൻ കലകളുടെ ആവിഷ്കാരം പടപ്പുറപ്പാടും നടക്കും. 30 വൈകിട്ട് 4 സാംസ്കാരിക ഘോഷയാത്രയും രാത്രി 8 മണി മുതൽ കലാപരിപാടികൾ നടക്കും. സമാപന ദിവസമായ ഡിസംബർ 31 രാവിലെ 10 വള്ളംകൊള്ള തുഴച്ചിൽ മത്സരം. വൈകിട്ട് 6 നടക്കുന്ന പൊതുസമ്മേളനം ആലപ്പുഴ MP KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. രാത്രി 8 അൻവർ ആസാദും പ്രദീപ് പള്ളുരുത്തിയും നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റും രാത്രി 10 മണി മുതൽ അതുൽദാസ് കൃഷ്ണ നയിക്കുന്ന സംഗീത നിശയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജനറൽ കൺവീനർ ബാബു ആന്റണി, ചെയർമാൻ സുരേഷ് ജോസഫ്, ഗിരീഷ് മഠത്തിൽ, PV ജോൺസൺ, TC ജോസുകുഞ്ഞ് എന്നിവർ പങ്കെടുത്തു. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നാഗമ്പടം ക്ഷേത്ര സന്നിധിയിലെ തേന്മാവിൻ ചുവട്ടിൽ നിന്നും ആരംഭിച്ച പള്ളം ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ സ്വീകരണം നൽകി. ചങ്ങനാശ്ശേരി ശ്രീനാരായണ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ സമ്മേളനം അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി തീർത്ഥാടന പദയാത്ര, ഇത് അതിന്റെ ആ പദയാത്ര കൊണ്ട് കോട്ടയം നാഗമ്പടം ക്ഷേത്രസന്നിധിയിൽ നിന്ന് ആരംഭിച്ച ഈ പദയാത്ര നമുക്കറിയാം, എല്ലാ വർഷവും ഇതിൽ കടന്നു വരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആ ആദർശങ്ങൾ ശിവഗിരി മഠത്തിലെത്തി അവിടെ ആ പുണ്യ സ്ഥലത്ത് എത്തിച്ചേർന്ന് ഇവരെ അവിടെ എത്തുമ്പോൾ ഈ പദയാത്രയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വളരെ വലിയ ദൈവീയമായിട്ടുള്ള പുണ്യകർമ്മത്തിലേക്കാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ത്യാഗങ്ങൾ സഹിച്ച് വെയിലും ചൂടും മറന്ന് അതോടൊപ്പം തന്നെ എല്ലാ ത്യാഗങ്ങളും അർപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു എന്നുള്ള ആ ദൈവീയ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ അത് മാത്രം ഉൾക്കൊണ്ട് ശിവഗിരി തീർത്ഥാടനം നടത്തുമ്പോൾ നമുക്കറിയാം, ഈ തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനമാണ്. വ്യാഴാഴ്ച വൈകുന്നേരം സെൻട്രൽ ജംഗ്ഷന് സമീപം നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി SNDP യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് അധ്യക്ഷത വഹിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭ അധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ ഭദ്രദീപ പ്രകാശനം നടത്തി. യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ, മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് ചെയർപേഴ്സൺ സുനിത സുരേഷ്, മാത്തുക്കുട്ടി പ്ലാർത്താനം, സുമ ഷൈൻ, ഗീത അജി, സ്മിത സുനിൽ, TD രമേശൻ, PH നാസർ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി പാത്താമുട്ടം SNDP ശാഖായോഗത്തിന് കീഴിലുള്ള യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ നടത്തിയ മണ്ഡലകാല സമർപ്പണം ഭക്തിസാന്ദ്രമായി. പാത്താമുട്ടം SNDP ശാഖായോഗത്തിന് കീഴിലുള്ള യൂത്ത് മൂവ്മെന്റ് നേതൃത്വത്തിൽ 41 ദിവസം നീണ്ടുനിന്ന മണ്ഡല മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം നടന്ന മണ്ഡലപൂജ സമർപ്പണ സമ്മേളനം SNDP യോഗം ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുരേഷ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. അദ്വൈതമാണ് തത്വം അസി എന്ന ജ്ഞാനമേയും ഒന്നാണെന്ന തത്വത്തിലേക്കാണ് നാം എല്ലാവരും എത്തിച്ചേരുന്നത്. മണ്ഡലകാലത്തിൽ ഭജനയോടുകൂടി ഞാനും സ്വാമി ഇരിക്കുന്നതും സ്വാമി എന്ന അർത്ഥം കുറിച്ചുകൊണ്ട് അയ്യപ്പന്റെ തോം 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 സ്വാമിന്റെ തോം എന്ന് പറയുമ്പോൾ ആ അയ്യപ്പനും ഞാനും ഒന്നാണ് എന്ന തത്വമാണ് അവിടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നത്. യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ഡോക്ടർ വിഷ്ണു P പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഗിരീഷ് കോനാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി. യൂത്ത് മൂവ്മെന്റ് ഈ വർഷത്തെ മണ്ഡലകാല ഭജനയിൽ നിന്നും സമാഹരിച്ച തുക വകയിരുത്തി ക്ഷേത്ര പ്രവേശന കവാടം മുതൽ ക്ഷേത്രാങ്കണ ഗേറ്റ് വരെ ഇന്റർലോക്ക് ടൈൽ പാകി നിർമ്മിച്ച ക്ഷേത്ര നടവഴിയുടെ സമർപ്പണം സിനിമാ താരം കോട്ടയം പുരുഷൻ നിർവഹിച്ചു. പ്രസംഗപീഠ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടന്നു. SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ വൈസ് പ്രസിഡന്റ് PM ചന്ദ്രൻ, ശാഖാ പ്രസിഡന്റ് വിനു VG,
ശാഖാ സെക്രട്ടറി ഇൻചാർജ് പ്രദീപ് ലാൽ, യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി ജോയിന്റ് സെക്രട്ടറി അനിൽ കണ്ണാടി, ചങ്ങനാശ്ശേരി യൂണിയൻ ചെയർമാൻ രമേശ് കോച്ചേരി, യൂണിയൻ സൈബർ സേന ചെയർമാൻ വിപിൻ കേശവൻ, യൂത്ത് മൂവ്മെന്റ് ശാഖാ സെക്രട്ടറി അഭിലാഷ് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7110 രൂപ, പവന് 56,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.